കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹീത സുന്ദരമായ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവമായ കർത്താവ് നമുക്ക് നൽകി തരുന്ന ഉന്മേഷവും ഉത്തേജനവും ഉണർവും നൽകുന്ന അനുഗ്രഹീത വാക്കുകൾക്കും വചനങ്ങൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ആലോചന പങ്കുവയ്ക്കാൻ എനിക്ക് കൃപ നൽകുന്ന കർത്താവിനെ ആ കാൽക്കലിരുന്നു കൊണ്ട് ഒത്തിരി ആ തിരുമുഖത്തേക്ക് നോക്കി നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കരയറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വളരെ പ്രാവശ്യം വായിച്ചിട്ടുള്ളതും നമ്മളീ പലർക്കും വളരെ പരിചിതവുമായിരിക്കുന്നൊരു വേദവാക്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളുമായിട്ട് ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കാൻ വായിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. വളരെ പരിചയമുള്ള, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമായിരിക്കും അത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് തൃപ്തിയാക്കി 12 കൊട്ട ബാക്കിയെടുത്ത ദിവസം അപ്പനുറുക്കുകളെല്ലാം പെറുക്കി കൊട്ടയ്ക്കകത്താക്കിയതിന് ശേഷം പെട്ടെന്ന് യേശു ജനങ്ങൾ പിരിഞ്ഞു പോകുന്നതിനേക്കാൾ മുമ്പ് ശിഷ്യഗണങ്ങളായിരിക്കുന്ന 12 പേരോട്, അപ്പോസ്തോലിക നിരകളോട് യേശു നിർബന്ധിക്കുകയാണ് പെട്ടെന്ന് അക്കരയ്ക്ക് പോകാൻ. അവരും പ്രതീക്ഷിച്ചില്ല. ആളുകളെ തമ്മിലൊന്ന് കണ്ട് പരിചയപ്പെട്ട് പകലത്തെ ആ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട്, അഥവാ ഇത്രയും പേർക്ക് വിളമ്പുക എന്നൊക്കെ പറയുന്നൊരു ചെറിയ കാര്യമല്ല, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 5000 പേർക്ക് ഈ 12 പേരാണ് വിളമ്പിയത്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അങ്ങനെ വിളമ്പി അവിടെ വീണ് കിടന്ന അപ്പനുറുക്കുകളെ ഓരോന്നും നഷ്ടപ്പെടാതെ എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ഒരു വിശ്രമവും റെസ്റ്റും കൊടുക്കാതെ പെട്ടെന്ന് യേശു പറഞ്ഞു പടകെടുത്ത് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. ചിലപ്പോൾ യേശു അങ്ങനെ ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ ദൈവത്തിന് ബോധിച്ചവരോട്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പരമാർത്ഥതയോടെ ചെയ്യുന്നവരുടെ മേൽ ഒന്നിനു പുറകെ ഒന്നായി പല കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചേക്കാം. എങ്കിലും മടി കൂടാതെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. എന്താണെങ്കിലും യേശു അവരെ നിർബന്ധിച്ചു അക്കരയ്ക്ക് പോകാൻ. ആ യാത്രയിലുണ്ടായ കലുഷിതമായിരിക്കുന്ന കൊടുങ്കാറ്റും കടൽക്ഷോഭവും ഒക്കെ നിമിത്തം അവർ നേരിട്ട ഭയങ്കര പ്രയാസങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാതെ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടല്ലോ. അന്ന് കാറ്റ് ഭയങ്കര പ്രതികൂലമായതുകൊണ്ട് മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ ഏകദേശം തിരമാലകളാൽ വലഞ്ഞ് പല നാഴികകൾ അവർ തുഴഞ്ഞിട്ടും അക്കരെ കയറാൻ പറ്റാതെ വളരെ ഭാരപ്പെട്ടു. അവസാനം കർത്താവ് തിരമാലകളെ ചവിട്ടി മെതിച്ച് അവരുടെ അടുക്കൽ വന്ന് കാറ്റിനെ ശാന്തമാക്കി, കടലിനെ ശാന്തമാക്കി പടകിൽ കയറി അവരെ അക്കരെ എത്തിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ആ യാത്ര മുഴുവനൊന്നും ചിന്തിക്കാനും വിവരിക്കാനും ഒന്നും എടുക്കുന്നില്ല. നമ്മൾ വായിച്ച 22-ാം വാക്യത്തിനകത്ത് യേശു അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. നിർബന്ധിച്ചവൻ കർത്താവാണെങ്കിൽ അതിനിടയിൽ വരുന്ന ഏത് തിരമാലകളും പ്രതിസന്ധികളും ആ നിർബന്ധിച്ചവൻ തന്നെ ഒതുക്കി തന്ന് പരിഹാരമുണ്ടാക്കാൻ ശക്തനായവനാണ് കർത്താവ്. അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചത് കർത്താവാണോ? ഒരു നിർബന്ധം നിമിത്തമാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഓരോ മാനദണ്ഡമുണ്ട്. ചില ആളുകൾ യാന്ത്രികമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ജീവിതമാണെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ വാക്യം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചതും ചിന്തിച്ചതും അതിനെക്കുറിച്ചാണ്. ജനിച്ചതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ജനിച്ചു, ഇനിയിപ്പോൾ അങ്ങ് ജീവിക്കല്ലാതെ പിന്നെ എന്തോ ചെയ്യൂടെ. എന്നാൽ ദൈവം നിർബന്ധിച്ചിട്ട് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് പിടികിട്ടുമെന്നറിയില്ല. നിങ്ങളിൽ ചിലരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, മടുത്തു, മതിയായി, മരിച്ചാൽ മതിയായിരുന്നു,
ആത്മഹത്യ എന്നൊക്കെ പറയുന്ന ഒരു അതിര് കടന്നതാണ്, നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. എങ്കിൽ പോലും ബുദ്ധിമുട്ടിൻ്റെ നെല്ലിപ്പലക കണ്ടപ്പോൾ മതിയാക്കി എന്ന് പറഞ്ഞവരുണ്ടോ? 5 കൊല്ലം മുമ്പ്, 2 കൊല്ലം മുമ്പ്, ചിലപ്പോൾ ഈ 6 മാസങ്ങൾക്ക് മുമ്പ് മതിയായി, മരിച്ചാൽ മതി, ജീവിതം എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്ന് വിചാരിച്ചവരുണ്ടോ? എന്നിട്ട് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നിട്ട് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നിർമ്മലമായിട്ടൊരു ഉത്തരം പറയാമോ? അന്ന് ചാവാനൊക്കെ ആഗ്രഹിച്ചാലും ചാവാൻ പറ്റിയില്ല, പിന്നെ എങ്ങനെയാണെന്ന് വിചാരിച്ചു, കൊച്ചുങ്ങളെ ഓർത്തു എന്നൊക്കെയാണോ? അതല്ല. ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഒരു കാര്യം പറയാം. നിങ്ങൾ മതിയെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ചത് ദൈവമാണ്. ജീവിതം മതിയായി, മതിയാക്കുകയാണ് എന്ന് മനസ്സിൽ പറഞ്ഞിട്ടും, ഞാൻ എല്ലാവരുടെയും കാര്യം പറയുന്നില്ല, പക്ഷെ ഇന്ന് എന്നെ നിർബന്ധിക്കുന്നു. ചിലരെങ്കിലും ഇത് സമ്മതിക്കും. ഒരു മുഴം കയറ് കിട്ടാത്തതുകൊണ്ടോ, ഒരു കുപ്പി വിഷത്തിൽ തീരാൻ പറ്റാത്തതുകൊണ്ടോ, മറ്റേതെങ്കിലും രീതിയിൽ ഒരു ചെറിയ ബ്ലേഡ് കൊണ്ട് കൈ മുറിക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷേ നിർബന്ധിച്ചു. അതടുത്ത് വന്ന് ചെവി പറഞ്ഞൊന്നും നിർബന്ധിച്ച് കാണില്ല. പക്ഷെ ദൈവം തടഞ്ഞതുപോലെ, വിലക്കിയതുപോലെ നിർബന്ധിച്ചു ദൈവം. ജീവിക്ക്. ഇപ്പോഴൊരായിരം ചോദ്യം. ഇത്രയും കടം കിടക്കുമ്പോൾ നാണക്കേട്, അപമാനം, കരുതാൻ ആരുമില്ലാത്തത് എന്തിനാണ്? ആർക്കും ഒരു പ്രയോജനമില്ലാത്ത രീതി, എല്ലാവർക്കും ബുദ്ധിമുട്ടായ രീതിയിൽ, അധികപ്പറ്റായി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചപ്പോഴും ആരാ നിർബന്ധിച്ചത്? മോനെ, മോളെ, മരിക്കല്ലേ, ജീവിക്കുന്ന അപ്പനോ അമ്മയോ കൂടെ താമസിക്കുന്നവർ പോലും അറിയാതെ തീരാൻ ആഗ്രഹിച്ചിട്ട് നിർബന്ധിച്ചതാരാ? യേശുവാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം, നിർബന്ധിച്ചു യേശു, ദൈവം നിർബന്ധിച്ചിട്ട് നീ ഭൂമിയുടെ മുകളിലായിരിക്കുന്നെങ്കിൽ ഇനി വരുന്ന ഏത് പ്രശ്നങ്ങളെ ഒതുക്കാൻ കർത്താവിന് കഴിയും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ തലേ കൈവച്ച് ഇറങ്ങിപ്പോന്ന പട്ടിണി കിടന്നാലും ഞാൻ അങ്ങോട്ട് പോവുകയല്ല. പക്ഷെ മനസ്സ് അവിടെ പിടിച്ചു നിർത്തി. ആക്ഷേപങ്ങളുണ്ട്, നിന്ദകളുണ്ട്, 2 കുഞ്ഞുങ്ങളെ പുലർത്തണം എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും നിർബന്ധിച്ചത് കർത്താവാണെന്നൊരു തോന്നൽ നിങ്ങളെ ആരെങ്കിലും ഭരിക്കുന്നുണ്ടോ? ആ രാജ്യത്തുനിന്ന് വിട്ടുപോയേക്കാം. ഇനി ഒരിക്കലും പരീക്ഷ എഴുതിയല്ല, നാണം കെട്ടുപോയി എന്ന് പറഞ്ഞ് നമ്മുടെ മലയാളികൾ പറയുന്ന പോലെ കോലൊടിച്ചിട്ടവരുണ്ട്. പിന്നെയും പരീക്ഷ എഴുതാൻ പോകുന്നു. ആരാ നിർബന്ധിക്കുന്നത്? നിങ്ങളുടെ മനസ്സിനകത്തിരുന്ന് ആരോ നിർബന്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരാണ്? നിന്നെക്കൊണ്ടൊക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല, മതിയാക്കി, ഇനി പണം മുടക്കില്ല, കടം മേടിച്ച കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത്, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും എവിടെന്നോ സംഘടിപ്പിച്ച് നീ നിൻ്റെ വലത്തുകാല് വെച്ചിറങ്ങുന്നത്, നിന്നെ പിന്നെയും പിടിച്ചു നിർത്തുന്നത്, ജീവിക്കാൻ പറയുന്നത്, അക്കരയ്ക്ക് പോകാൻ പറയുന്നത്, ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാൻ പറയുന്നത് ആരാണെന്ന് നിനക്ക് പിടികിട്ടുന്നുണ്ടോ? ഈ വാക്യം വായിച്ചിട്ട് സർവശക്തനായ കർത്താവിനോട്, നമ്മെ സ്നേഹിക്കുന്ന ജീവൻ തന്ന കർത്താവിനോട് ചോദിക്കുക, ആരാണെന്നെ നിർബന്ധിക്കുന്നത്? മനുഷ്യനോ, കൂടപ്പുറപ്പുകളോ, ജീവിത പങ്കാളിയോ? ഇവരാരുമല്ല. ചിലരെ എനിക്കറിയാം. ഈ പറയപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നൊന്നും ചെറുവിരലിൻ്റെ പോലും സഹായം കിട്ടില്ലെന്നറിയാം. എന്നിട്ടും നിർബന്ധം എൻ്റെ മേൽ വീഴുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതുകൊണ്ട് കാല് വെച്ച് മുന്നോട്ട് കയറാൻ, തുഴയെടുത്ത് കടലിലേക്ക് ഇറങ്ങാൻ, അടുത്ത പദ്ധതിയിലേക്ക് എല്ലാം തീർത്ത് കട്ടയും പടവും മടക്കിയതാ, ഇനി ഒന്നിനുമില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി നിർബന്ധിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ കർത്താവുണ്ട്. ആ നിർബന്ധത്തിൻ്റെ പുറകിൽ വന്നു കയറുന്ന സകല പ്രതികൂലങ്ങളെയും അടിച്ചമർച്ച ചെയ്ത് അക്കരെ എത്തിച്ച് വിജയത്തിൻ്റെ കൊടി പാറിക്കാൻ കഴിയുന്ന കർത്താവാണ് നിർബന്ധിക്കുന്നതെന്നുള്ളൊരു മനോബോധം നിങ്ങൾക്ക് ഈ അലഞ്ഞു ചുറ്റുന്ന ചുഴിക്കകത്ത് വെച്ചുണ്ടാകുമോ? അക്കരയ്ക്ക് കയറാൻ പറ്റാതെ തുഴഞ്ഞിട്ടും എന്നും നിർബന്ധത്താൽ കയറി വന്ന ആളുകൾ അക്കരെ എത്തത്തില്ലെന്നുള്ള വിചാരം മനസ്സിൽ കിടക്കുമ്പോൾ ഒരൊറ്റ കാര്യം ചിന്തിക്കാമോ? ദൈവം നിർബന്ധിച്ചിട്ടാ.
വിവാഹം കഴിക്കുന്നില്ല എന്ന് ശാഠിച്ച് തീരുമാനിച്ചതാ. പിന്നെ ആരാ നിർബന്ധിച്ച കല്യാണം കഴിക്കാൻ? ഞാൻ എല്ലാവരുടെയും കാര്യമല്ലെന്ന് പറഞ്ഞല്ലോ. ഞാനിത് ചിലരെ സെലക്ട് ചെയ്ത് ദൈവം കണ്ടിട്ടുണ്ട്. അവരോട് പറയുക, ദൈവം നിർബന്ധിച്ചു, നീ ഏകനായിരിക്കരുത്, ഏകയായി നടക്കരുത്. എന്നിട്ടെന്തേ പറ്റി? എന്നിട്ട് ദേ സങ്കട കടലില്ല, തുഴഞ്ഞിട്ടും എങ്ങും എത്താത്ത സ്ഥിതിയില്ല. പേടിക്കരുത്. കർത്താവിനോട് പറ, അങ്ങ് നിർബന്ധിച്ചിട്ടാ ഞാനിതിന് വാക്ക് കൊടുത്തത്, അങ്ങ് നിർബന്ധിച്ചിട്ടാ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്, അങ്ങ് നിർബന്ധിച്ചിട്ടാ ഞാൻ ജോലി റിസൈൻ ചെയ്തത്, അങ്ങ് നിർബന്ധിച്ചിട്ടാ ഞാൻ ജീവിക്കാമെന്ന് വെച്ചത്, അങ്ങ് നിർബന്ധിച്ചിട്ടാ പേപ്പറുകളെല്ലാം എടുത്തു വെച്ച് അവസാനത്തെ കത്ത് എഴുതി തീർക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അങ്ങ് നിർബന്ധിച്ചിട്ടാണ് അതൊന്നും വേണ്ടെന്ന് വെച്ചത്. നിർബന്ധിച്ചത് ദൈവമാണെങ്കിൽ അക്കരെ എത്തിക്കും, ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളെ ശാന്തമാക്കും, പടകിൽ വന്ന് കയറും, തണുപ്പിക്കും, സ്വാന്തനിപ്പിക്കും. നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത് എന്താണോ അത് പൂർത്തീകരിക്കും. അതുകൊണ്ട് നിർബന്ധിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളെ നിർബന്ധിച്ചവൻ തന്നെ സഹായിക്കട്ടെ. വിശ്വസിക്കുക, ബാക്കി ദൈവം ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന് ഈ ചിന്ത എൻ്റെ അകത്ത് തന്ന ദൈവമാണ്. വെറുതെ നടക്കുന്നവർ, വെറുതെ ജീവിക്കുന്നവർ, വെറുതെ ഒരു കട തുറന്ന് വെച്ചിരിക്കുന്നവർക്ക് കണ്ടേക്കാം. പക്ഷേ ദൈവം നിർബന്ധിച്ചതുകൊണ്ട് ഈ മണ്ണിൽ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടെന്ന് ഞാൻ ഈ വചനത്തിൻ്റെ വെളിപ്പാടിൽ അറിയുന്നപ്പോൾ അവർക്കിരിക്കട്ടെ ഈ ദൂത്. അവർ രക്ഷപ്പെടട്ടെ. അവരുടെ അടുക്കൽ അരുമനാഥൻ ഓടിയെത്തട്ടെ. അവരുടെ മുമ്പിലെ തടസ്സങ്ങളെ ശാസിച്ചു മാറ്റട്ടെ. അവർ മുന്നേറട്ടെ, ജയിക്കട്ടെ, ജയാളികളാകട്ടെ, എത്തേണ്ടിടത്തെത്തട്ടെ. സ്വർഗം അത് ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.